ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് റാഗി റൊട്ടിയാണ്. റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഡയബറ്റിക്കുകാർക്ക് വളരെ നല്ലതാണ് റാഗി. അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണിത്. കാൽസ്യം, ഫൈബർ, അയൺ എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് റാഗിയിൽ. ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ബോൺ ഹെൽത്ത്, ഹെയർ ഗ്രോത്ത്, വെയിറ്റ് ലോസ് ഇതിനെല്ലാത്തിനും റാഗി വളരെ ഉത്തമമാണ്. റാഗി റൊട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 2 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലേക്ക് വേണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം വേണം. 1 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണ്ടിയവർക്ക് 2 എണ്ണം ചേർക്കാം. പിന്നെ ഇഞ്ചി പേസ്റ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചോപ്പ് ചെയ്തും ഇടാം. ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് റാഗി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ്. എത്ര തേങ്ങ ചേർക്കുന്നോ അത്രയും നമുക്ക് ടേസ്റ്റാണ്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ കോക്കനട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കാം. മല്ലിയില ചോപ്പ് ചെയ്ത് ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിളിനകത്തിൽ ഉപ്പ് ചേർത്തുകൊണ്ട് അതിലെ വെള്ളം കുറച്ച് ഇറങ്ങും. നമ്മളതുകൊണ്ട് കുറേശ്ശെ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കൂടുതലായി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഈ റൊട്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല, ദോശ ഇടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസാവണ്ട, അതുപോലെ ഒരുപാടങ്ങ് ഹാർഡും ആകണ്ട. ഒരു പരുവത്തിന് നമ്മളിത് കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കാനായിട്ട് എനിക്ക് 1 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. കട്ട കെട്ടാതെ ഒരു നല്ലൊരു പരുവത്തിൽ കുഴച്ച് ഉരുട്ടി റെഡിയാക്കണം. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് അല്പം എണ്ണ തൂവിയതിന് ശേഷം അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ ഒരു ഉരുള മാവെടുത്തിട്ട് അതൊന്ന് ബട്ടർ പേപ്പറിലേക്ക് പരത്തി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ല വൃത്തത്തിൽ അത് പരത്തിയെടുക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം ഒരുവിധം നന്നായിട്ട് പരത്തി കഴിഞ്ഞു. പാനൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം എണ്ണ തൂവിയതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്യാം. എണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണേലും നിങ്ങൾക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. കല്ലൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ പുറത്തേക്ക് ബട്ടർ പേപ്പറോട് കൂടി തന്നെ കല്ലിലേക്ക് കമഴ്ത്തി കൊടുക്കുക. കമഴ്ത്തിയിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ ബട്ടർ പേപ്പർ തന്നെ ഇങ്ങനെ ഇളകി വരും. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് മാവ് ചൂട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ നമുക്ക് ഇളക്കി മാറ്റാം. ഇതുപോലെ തന്നെ വാഴയിലയിൽ വേണമെങ്കിലും നമുക്ക് പരത്താം. അതുപോലെ പ്ലാസ്റ്റിക് പേപ്പറിൽ പരത്തിയാലും മതി, ബട്ടർ പേപ്പറിലില്ലെങ്കിൽ. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഇത് വേവാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ എൻ്റെ റാഗി റൊട്ടി റെഡിയായി കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ചൂടോടെ ചട്നിയുടെ കൂടോ കോക്കനട്ട് ചട്നിയുടെ കൂടോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ ചട്നിയാണ്. നല്ല അടിപൊളിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി റൊട്ടിയാണ്. ഇപ്പോഴിത് മൂത്ത റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കല്ലിൽ നിന്ന് എടുക്കാം. അടുത്തത് ഞാൻ കല്ലിലിട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്.